ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കുറച്ചും കൂടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേസിൽ നിന്ന് എങ്ങനെ കുറച്ചും കൂടെ ഒരു പേസ് കൂട്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ റാങ്ക് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മാർക്ക് എങ്ങനെ കൂടുതൽ മേടിക്കാന്നുള്ള ചെറിയ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊരു എന്താ പറയുക ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സുകളുമായിട്ട് ഞാൻ ഇങ്ങനെ വന്നേക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ സംഭവത്തിലോട്ട് പോകാം. വളരെ വൈകിപ്പിക്കുന്നില്ല. ഓക്കെ, ശരി. നമ്മുടെ നീറ്റ് എക്സാം വരുന്നത്, നീറ്റ് യു ജി എക്സാം വരുന്നത് May 7th. അതായത് ഞാനത് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഒരു ടൈമിൽ ഏകദേശം ഇപ്പോൾ 9 മണി ഒരു 60 ദിവസമാണ് കറക്റ്റ് 60 ദിവസമാണ് ഇനിയുള്ളത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ പല കാറ്റഗറിയിൽ പെടുന്നവരായിരിക്കും. അതായത് നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലാതെ നിൽക്കുന്നവരാകാം, അല്ലെങ്കിൽ എന്തൊക്കെയോ പഠിച്ചിട്ടൊന്നും ഓർമ്മയില്ലാതിരിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് പഠിച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക റീകോൾ ചെയ്ത് അല്ലെങ്കിൽ റിവ്യൂ ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ ആ വാക്കൊക്കെ വായിൽ വരുന്നുള്ളൂ, അതൊക്കെ ചെയ്തിട്ട് ഇരിക്കുന്നവരായിരിക്കാം. അപ്പോൾ ഈ ഒരു 3 കാറ്റഗറിക്കും ഹെൽപ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ട്രാക്ക് തന്നെയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇനി മാറുന്ന വേണ്ട. നിങ്ങൾക്ക് എന്താണോ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതിൽ തന്നെ പോകാനേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ഇത് എന്ന് പറയുന്നത് ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒക്കെ ഒരു സപ്പോർട്ട് ആവശ്യമുള്ളവർ എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അല്ല, നിങ്ങളിപ്പോൾ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതായത് ഇപ്പോൾ ഈ ഓൾറെഡി ഒരു ടൈം ടേബിൾ ഉള്ളവർക്ക് ഇത് ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇത് പറഞ്ഞു തരാണ്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമുക്ക് 60 ദിവസമാണ് ഉള്ളത്. അപ്പോൾ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ടൈം വളരെ കുറവും, നമുക്ക് പഠിക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് ഹാർഡ് വർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് മാത്രം നമുക്ക് ഒരുപാട് മേലെത്താൻ കഴിയണമെന്നില്ല. എന്ന് പറയുമ്പോൾ ഹാർഡ് വർക്ക് കൊണ്ട് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നമുക്കൊരു ഒരു സ്ഥലത്തെത്താൻ പറ്റും, എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെപ്പിലെത്താൻ പറ്റും. അതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് മേലെത്താൻ പറ്റും നമ്മൾ ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനകത്ത് കൊണ്ടുവരികയാണെങ്കിൽ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഓക്കെ, ശരി. നമുക്ക് ഈ 60 ദിവസത്തിനെ 2 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് ഒരു 40 ദിവസം, ഒരു 20 ദിവസം, അങ്ങനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. ഈ ഒരു 40 ദിവസത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഡേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, അതായത് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് നിങ്ങൾക്ക് വേണ്ടത്, എത്ര മാർക്കാണ് നിങ്ങൾക്ക് ആ കോളേജിൽ കിട്ടാൻ വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ വേണം. ഓക്കെ, നമുക്കൊരു ടാർഗറ്റ് വേണം. അപ്പം അതാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ളതൊന്നും ഇനി നോക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഈ ഒരു മാർക്കും നിങ്ങളുടെ ബുക്സും കാര്യങ്ങളും മാത്രമേ ഇനിയുള്ള 60 ദിവസം നിങ്ങളുടെ മുന്നിലുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 1ാമത്തെ ദിവസം മുതൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളൊരു പേപ്പർ എടുക്കുകയാണ്. ആ പേപ്പറിൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഈ 3 സബ്ജക്ട്സിൻ്റെയും ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഇനി ഈ 40 ദിവസം കൊണ്ട് ഈ 3 സബ്ജക്ട്സിൻ്റെയും ചാപ്റ്ററുകൾ ഫസ്റ്റ് റൗണ്ട് റീഡ് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ദിവസം നമുക്ക് ചിലപ്പോൾ ഒരു 3-4 ചാപ്റ്റേഴ്സ് ഒക്കെ വെച്ച് പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ 2 ചാപ്റ്റർ വെച്ച് പഠിക്കേണ്ടി വരും, 3 ചാപ്റ്റർ. അത് നമ്മുടെ പേസിനനുസരിച്ചാണ്. അതെനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയത്തില്ല, കാരണം ഓരോരുത്തരും ഓരോ സ്പീഡിലാണ് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ നോക്കാം, നിങ്ങൾക്ക് എത്ര വെച്ചിട്ട് പഠിക്കാൻ കഴിയുന്നുണ്ട്, എത്ര ചാപ്റ്റർ വെച്ചിട്ട് നിങ്ങൾ ഒരു ദിവസം പഠിക്കുവാണെങ്കിൽ 40 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഫുൾ സബ്ജക്ട്സിൻ്റെ ചാപ്റ്റേഴ്സ് തീർക്കാൻ പറ്റും എന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഫുൾ ക്രോയി പോകും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. 40 ദിവസം നിങ്ങൾ ഈ സബ്ജക്ട്സുകൾ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ, നിങ്ങൾ വേറെ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ചുറ്റുമുള്ളതൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയാൻ പാടില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾ 40 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ റൗണ്ട് 1 ഫിനിഷ്ഡ് ആകും. ഈ ഒരു സ്റ്റേജിൽ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് തൊട്ട് മുൻപേ നിങ്ങളൊരു സ്റ്റേജ് ഉണ്ടായിരുന്നല്ലോ, അതായത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് വളരെ വളരെ ആശയക്കുഴപ്പങ്ങളായിട്ടുള്ള സ്റ്റേജാണ്. അതായത് എന്താ പറയുക, എനിക്ക് കിട്ടൂല, അല്ലെങ്കിൽ എനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല, അങ്ങനെയുള്ള ഒരു വെച്ചാൽ നെഗറ്റീവ് മൈൻഡായിരുന്നു ഉണ്ടാവാം ഈ ഒരു നമ്മുടെ ഡേ 1 നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ പറയുന്ന ഡേ 40 എത്തുമ്പോഴത്തേനും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, നിങ്ങളുടെ മൈൻഡ് മാറും, യു വിൽ ഫീൽ ഗുഡ്. അതായത് നിങ്ങൾക്ക് ഓക്കെ, ഇനി എനിക്കത് സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് സാധിക്കുമായിരിക്കും എന്നുള്ളൊരു സ്റ്റേജിലോട്ട് പോകും. എനിക്ക് കഴിയില്ല എന്നുള്ളൊരു സ്റ്റേജിൽ നിന്ന് വളരെ വളരെ ഒരു 4-5 സ്റ്റെപ്പെങ്കിലും നിങ്ങൾ മേലോട്ട് പോകും. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനിയാണ് മക്കളെ നിങ്ങളുടെ ചാർട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഗ്രാഫ് അങ്ങോട്ട് കയറാൻ പോകുന്നത്. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി റൗണ്ട് 1 കംപ്ലീറ്റ് ചെയ്തു, നിങ്ങൾക്ക് എന്തൊക്കെയോ ഐഡിയാസ് ഉണ്ട്,
എന്ന് പറയുമ്പോൾ ഓരോ ചാപ്റ്റേഴ്സിനെ പറ്റി നല്ല അത്യാവശ്യം എന്തൊക്കെ ഐഡിയ ഉണ്ട്. സോ ഇനി നിങ്ങൾക്ക് എന്താ പറയുക ടക്കനെയായിരിക്കും നിങ്ങളുടെ ഗ്രാഫ് വരുന്നത്. ഓക്കെ, അത് ഞാൻ ചെയ്യേണ്ടത് പറഞ്ഞു തരാം. അതായത് നമ്മുടെ ഇനി അതായത് നമ്മുടെ ഡേ 41, അതായത് ലാസ്റ്റത്തെ 20 ദിവസമാണ് എന്ന് പറയുന്നത്, മെയിൻ ദിവസം എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം മനസ്സിലാക്കുക, ഈ ഒരു പീരീഡ് ഫുൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകും. എന്തായാലും ടെൻഷൻ ഉണ്ടാകും. അത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണെന്നുള്ള വിചാരിക്കുക. അതായത് എനിക്കാണെങ്കിൽ, നിങ്ങൾക്കാണെങ്കിൽ, എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും, ഇന്റർവ്യൂവിന് പോകുന്നവരായിക്കോട്ടെ, ജോബിന് പോകുന്നവരായിട്ട് എല്ലാവർക്കും ടെൻഷനുണ്ട്. ഈ ടെൻഷൻ എന്ന് പറയുന്നത് സർവ്വസാധാരണമായ ഒരു കാര്യം തന്നെയാണ്. ബാക്കിയുള്ളവർക്കുള്ളത് തന്നെയാണ് എനിക്കുമുള്ളത് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ടെൻഷനെ ഓവർകം ചെയ്യാൻ നമുക്ക് കംപ്ലീറ്റ്ലി കഴിയത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ടെൻഷൻ ആ വഴിയൊക്കെ പോയിക്കോട്ടെ, ഇത് സാധാരണമായ ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ഈ ടെൻഷൻ എന്ന് നീ എന്ന് ശരി ആ വഴിയിൽ പോകുമ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു രീതിയിൽ നമുക്കൊന്ന് കവർ ചെയ്ത് പോകാൻ കഴിയും. ഓക്കെ, കംപ്ലീറ്റ്ലി നമുക്ക് ടെൻഷനിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു പീരീഡിൽ നിങ്ങൾ ടെൻഷൻ നിങ്ങളെ എന്താ പറയുക ബുദ്ധിമുട്ടിച്ച് നിങ്ങളെ പഠിപ്പിക്കാതിരിക്കാൻ വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു 40 ദിവസം നിങ്ങൾ അത് കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ 40 ദിവസത്തിൽ ഫിസിക്സിനും കെമിസ്ട്രിക്കും നിങ്ങളൊരു ഫോർമുല അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എഴുതുന്ന ഒരു ജസ്റ്റ് ഒരു ഷീറ്റ് ഉണ്ടാക്കി കൂടെ വയ്ക്കുക. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം എന്തിനാണെന്നുള്ളത്. അത് നമുക്ക് ലാസ്റ്റ് 20 ഡേയ്സിലാണ് യൂസ് ആകുന്നത്. നമുക്ക് ആ ലാസ്റ്റ് 20 ഡേയ്സിലെ കാര്യത്തിലോട്ട് വരാം. ഇവിടെ ഞാൻ പറയുന്നത് നമ്മുടെ സബ്ജക്ട്സുകളെ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കേണ്ട രീതിയാണ്. എന്ന് പറയുമ്പോൾ ബയോളജി എന്ന് പറയുമ്പോൾ നമുക്ക് അവസാനത്തെ ടൈമിൽ 20 ദിവസം നമുക്ക് NCERT വായിക്കാം. അത് വളരെ നല്ലതാണ്. ഇല്ല, വായിക്കാൻ കഴിയുന്നില്ല എന്നുള്ളവരാണെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ഷോർട്സുകൾ എടുക്കാം. എന്ന് പറയുമ്പോൾ നമുക്ക് ഈ യൂട്യൂബിലൊക്കെ ആണെങ്കിലും നമുക്ക് ഫുൾ ബയോളജി കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ക്ലാസ്സുകൾ കിട്ടും, അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ടൈമും ബയോളജി ഒരു ക്രാഷ് കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ക്രാഷ് കോഴ്സ് എന്ന് തന്നെ പറയാൻ കഴിയത്തില്ല. ഞാൻ എടുത്ത ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിയുടെ എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസുകൾ, NCERT ലൈൻസുകൾ മാത്രം. അതായത് ഞാൻ ലൈൻ ബൈ ലൈൻ ക്ലാസ് എടുക്കുന്നത് പോലെയല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസുകളും നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ബേസിസിലുള്ള ആ ഒരു ഇമ്പോർട്ടൻ്റ് NCERT ലൈൻസുകളും അതുപോലെ തന്നെ പല എക്സാമ്പിൾസുകൾ ഓർത്തിരിക്കേണ്ട നിമോണിക്സുകളും അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു. അങ്ങനെ ഒരു ക്ലാസ് ഞാൻ ലാസ്റ്റ് ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് അത് വളരെ വളരെ യൂസ്ഫുൾ ആയി. കാരണം ലാസ്റ്റ് ടൈമിലൊക്കെ ജോയിൻ ചെയ്തവരൊക്കെ പറഞ്ഞത് എന്ന് വെച്ചാൽ ബയോളജി ക്വാളിഫൈ ചെയ്യാനുള്ള, എന്ന് വെച്ചാൽ ഫുൾ നീറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് ഉറപ്പാണെന്ന് വെച്ചാൽ എന്താ പറയുക 1 വീക്കൊക്കെ മുൻപേ ജോയിൻ ചെയ്തവരൊക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ ദൈവഭാഗ്യത്തിന് അവരെയൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു കാര്യമുണ്ട്. ഓക്കെ, അത് എൻ്റെ എന്താ പറയുക സന്തോഷം കൊണ്ട് ഞാൻ അറിയിച്ചതാണ് ആ കാര്യം. ഓക്കെ, അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ, എൻ്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ക്വാറന്റൈൻ ടീച്ചർ ആപ്പിനകത്ത് തന്നെ പ്ലേ സ്റ്റോറിൽ കയറി നോക്കി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് നമ്മുടെ കോഴ്സ് അവൈലബിൾ ആണ്. അതിനകത്ത് ലാസ്റ്റ് ടൈം എനിക്ക് MCQs കൂടെ അവൈലബിൾ ആക്കാൻ കഴിഞ്ഞില്ല. ഇത്തവണ അത് ചെയ്തിട്ടുണ്ട്. അതായത് ചാപ്റ്റർ വൈസ് MCQs കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബയോളജി ഫിനിഷ് ചെയ്യണം, അല്ലെങ്കിൽ പാടാണ്, അല്ലെങ്കിൽ എന്തൊക്കെ പഠിക്കണമെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ഓർമ്മയിരിക്കുന്നില്ല എന്നുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആണ്. അത് ഞാൻ അപ്പോഴും ഉറപ്പ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ആ കോഴ്സ് എടുത്തവരടുത്ത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് 320+ സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരുന്നു. അതേ സെയിം സംഭവം എനിക്ക് അതിൽ എന്താ പറയുക ഒരു 95+% എനിക്ക് അതിൽ എന്താ പറയുക റിസൾട്ട് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഷോർട്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ചെയ്യാം. മസ്റ്റ് ആയിട്ടുള്ള കാര്യം PYQs, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക, പ്ലസ് നിങ്ങൾ ചാപ്റ്റർ വൈസ് MCQs ചെയ്തു തുടങ്ങാം. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് 20 ഡേയ്സിൽ ചെയ്യാനുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കെമിസ്ട്രിയുടെ കാര്യം. കെമിസ്ട്രി ഇപ്പോൾ എന്താ പറയുക, ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്, ഓർഗാനിക് ഉണ്ട്, ഇൻഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്. അതിൽ ഫിസിക്കൽ കെമിസ്ട്രി വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ ക്ലാസ്സിലാണെങ്കിലും 1 ഷോർട്സ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും, ഒറ്റയ്ക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി റൗണ്ട് 1 ഫിനിഷ് ചെയ്തു, കാരണം നിങ്ങൾക്ക് തലയിൽ എത്രയോ ഇരിപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ ചൂടോടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഓർഗാനിക് കെമിസ്ട്രിയും ഓർഗാനിക് കെമിസ്ട്രിയും നമുക്ക് NCERTയുടെ സഹായം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ഫോർമുല ഷീറ്റ്സും, ഞാൻ അതുപോലെ തന്നെ ഒരു ഷീറ്റ് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതായത് നമ്മൾ റൗണ്ട് 1 നടത്തിയിരുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസുകൾ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ നിമോണിക്സുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കിട്ടുന്ന ഒരു ഈസി ട്രിക്സ് ഒക്കെ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്ത് വെക്കാനുള്ള ഒരു ഷീറ്റ്, ആ ഷീറ്റ് ഇവിടെയാണ് യൂസ്ഫുൾ ആകുന്നത്. അപ്പോഴത്തേനും സത്യം പറയാനും എനിക്ക് രോമാഞ്ചം പോയത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. നിങ്ങൾ എത്ര കവർ ചെയ്ത് വന്നു നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ,
സോ അത് ചെയ്യാം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് MCQs ഇത് മസ്റ്റാണ്. ഇത് എല്ലാ സബ്ജക്ട്സിനും മസ്റ്റാണ്. ഫിസിക്സിനും അതുപോലെ തന്നെയാണ്. നമ്മുടെ ഫോർമുല ഷീറ്റും അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നോട്ട്സ് വെച്ചിട്ട്, അതായത് കണക്കുകൾ ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഫിസിക്സിന് ഏറ്റവും കൂടുതൽ സ്കോറിങ് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. സോ അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യാം. അതിലാണ് മോനെ എല്ലാം ഇരിക്കുന്നത്. അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 3 സബ്ജക്ട്സ് ഫിനിഷ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ 20 days നമ്മളത് ഫിനിഷ് ചെയ്യും. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു 3 to 4 days കൂടുമ്പോഴത്തേക്ക് നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് ചെയ്യാം. മോക്ക് ടെസ്റ്റ് എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് റാൻഡം ആയിട്ടൊരു ബുക്കൊക്കെ എടുത്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഈ ചെയ്യാൻ പറ്റുമ്പോൾ ഇതിലെ മാർക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് കൂടെ ചെയ്യണം. പ്ലസ് നിങ്ങൾക്ക് OMR ഷീറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം അതിൽ വരെ ഇനി വേറെ ബെസ്റ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതുകൂടെ ഒന്ന് ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്നവരോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താൽ നടക്കുമോ എന്നുള്ള ആലോചിച്ച് നിൽക്കുന്നവരടുത്തും കൂടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവസാനത്തെ 2 മാസമാണ്. ഓക്കെ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാരൊക്കെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ കാണുന്നവർ എത്ര പേരുണ്ടെന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ പറയുന്നത് ഈ വീഡിയോയിൽ ഒരു 100 പേര് കണ്ടുകൊണ്ടിരിക്കട്ടെ. ഈ 100 പേര് കണ്ടിട്ട് അതിൽ ഒരു 50 പേർക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, ആ 50 പേരെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ ഫോളോ ചെയ്യാതിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ ഒരു സിറ്റുവേഷനേക്കാൾ നിങ്ങളെക്കാളും ഒരുപാട് മേലെ എത്താൻ പോകുന്നവരാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കും. ഓക്കെ, ഈ വീഡിയോ കാണുന്ന എത്ര പേരാണോ ഇങ്ങനെ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ട്, അല്ലെങ്കിൽ അവരുടെ തന്നെ ഏതെങ്കിലും ഒരു മെത്തേഡ്, എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ തന്നെ പറയണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ഒരു മെത്തേഡ് എനിക്ക് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നില്ല എന്നുള്ള ആ ഒരു അല്ലെങ്കിൽ പഠിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് കണ്ട് ചിലപ്പോൾ പല ആൾക്കാരുടെ മനസ്സ് മാറിയേക്കാം. അവർ നിങ്ങളെക്കാളും മേലെ എത്തിയേക്കാം. ചിലപ്പോൾ അവർക്ക് അവരുദ്ദേശിച്ച് തന്നെ മെഡിക്കൽ കോളേജിൽ കയറാൻ സാധിച്ചേക്കാം. എനിക്കതാണ് നിങ്ങൾ പറയാനുള്ളത്. നിങ്ങളാണോ ആ വ്യക്തികളിൽ ഒരാളും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അതും ഇല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇപ്പോൾ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ 60 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രശ്നം ചിന്തിച്ചു നോക്കുക. അല്ല, പഠിച്ചു, അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എങ്കിൽ 60 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സ്റ്റേജിലായിരിക്കും നിൽക്കുന്നത്, നിങ്ങളുടെ ഹാപ്പിനെസ് എത്രയുണ്ടാകും ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ട് ഡിസിഷൻ എടുത്തിട്ട് ഈ കമന്റ് ബോക്സിൽ യെസ് ഓർ നോ ഒന്ന് കമന്റ് ചെയ്തേക്കാം. നിങ്ങൾക്ക് അറിയാലോ ആരൊക്കെയാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ചേഞ്ച് ഉണ്ടായതെങ്കിൽ അവർക്ക് കഴിയുമെന്ന് തോന്നിയത് ആരൊക്കെയാണെന്ന് അറിയാലോ, ആരൊക്കെയാണ് കോമന്റ് ചെയ്യുന്നതെന്ന് അറിയാലോ. ഓക്കെ, അപ്പോൾ thank you so much for watching this video. Bye bye.